നമസ്കാരം, വെൽക്കം ടു മൂവി ട്രക്ക്. ഞാനൊരു കഥ പറയാം. ഒരു ഡയറക്ടർ കുറേ നാളുകളായിട്ട് അങ്ങേര് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഒരു കഥ എഴുതുകയാണ്. പണ്ടേ വന്ന കഥയാണ്. അയാൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത് എടുക്കാൻ ആലോചിച്ചിരുന്നതാണ്. അയാളെ വേറെ കമ്പനീസ് അതിനു വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തിരുന്നതാണ്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പുള്ളിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. പിന്നീട് അങ്ങേര് കുറച്ചും കൂടി റിനോൺഡ് ഡയറക്ടറായപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിക്കുകയും കൂടുതലായിട്ട് പഠിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ശരിയാക്കുകയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ ഈ ഒരു സിനിമ ചെയ്യാനായിട്ട് സമീപിക്കുകയും പ്ലസ് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗംഭീര ആക്ടേഴ്സിനെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് സിനിമ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സിനിമ കണ്ട് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ആ സിനിമ. ഓൾറെഡി ആക്ച്വലി ഈ ഒഡീസി എങ്ങനെ എടുക്കും എന്നൊരു കാര്യത്തിൽ തന്നെ നമുക്ക് ഓൾറെഡി കുറേ സിനിമകൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റഫർ നോളന്റെ വേർഷൻ എന്താണെന്ന് എല്ലാവർക്കും കാണാനൊരു ഒരു ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു എന്താ പറയാ, ഉള്ളിൽ നിന്നുള്ള അത്രയും ഒരു ആകാംക്ഷയോടെയാണ് ചെന്ന് കാണാനിരിക്കുന്ന സിനിമ. ഒരു നിമിഷം പോലും നമുക്ക് ലാഗ് അടിക്കാതെ, ഇത് ആക്ച്വലി ഒരു ഗ്രീക്ക് മിത്തോളജിയാണ് പടം, എന്നാൽ പോലും ഒരു ഭാഗം പോലും നമുക്ക് ഒരു ബോറോ ഒരു ലാഗോ തോന്നില്ല എന്നുള്ളതാണ്. ഒരു 3 മണിക്കൂറിന്റെ അടുത്തുണ്ട് ഏകദേശം ഈ പടത്തിന്റെ റൺ ടൈം. എന്നാലും സ്ക്രീൻ, അതായത് സീൻ ബൈ സീൻ, എന്റെ കാര്യമാണ് പറയുന്നത്, എനിക്ക് വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ തോന്നിയില്ല. വേറൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ തോന്നിയില്ല. ആകെ എനിക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നത് ബാക്കിലെ ഡോർ ഇടയ്ക്കിടയ്ക്ക് ആരാണ്ടൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് തുറന്നു. അപ്പൊ അതിന്റെ ലൈറ്റ് സ്ക്രീനിലേക്ക് അടിച്ചിട്ടുണ്ടായ ഒരു ഡിസ്റ്റർബ്. അതൊഴിച്ച് ബാക്കി ഒന്നും പറയണ്ട, ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് നമ്മൾ ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങി ചെല്ലാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി അതെടുത്ത് വെച്ചേക്കുന്നത്. പിന്നത്തെ കാര്യം, ഇതിന്റെ റൺ ടൈം ഇത്ര ലോങ് ആണെങ്കിലും ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു നല്ല ഒരു എന്താ പറയാ, ഈ പടത്തിന് ഒരു സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്പീഡില് ഫ്രെയിം ബൈ ഫ്രെയിം പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു 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 സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പൊടി പിന്നോട്ടോ ഒരു പടി മുന്നോട്ടോ കയറുന്നില്ല. ഈ സെയിം സ്പീഡിലാണ് ഈ സിനിമ പൊക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, അത് ഭയങ്കരമായിട്ട് ഞെട്ടിയൊരു സാധനം. പിന്നെ മെയിനായിട്ട് എനിക്ക് കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. കഥയും അതൊന്നും അല്ല പറയാനുള്ളത്. മെയിനായിട്ട് ഒരു 2-3 പേരെ കുറിച്ചാണ് മെൻഷനിങ് വരുന്നത്. ഒന്നാമത്തെ ആള് സിനിമാറ്റോഗ്രാഫർ ഹൊയ്ത്തമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡച്ച് സിനിമാറ്റോഗ്രാഫറാണ് പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. ഗംഭീര സിനിമാറ്റോഗ്രാഫറാണ്. ഇങ്ങേരുടെ മെയിൻ ആളാണ് ഓൾമോസ്റ്റ്. അപ്പോൾ അങ്ങേര്. പിന്നെ അടുത്ത ആള് പറയേണ്ടത് ജെന്നിഫർ ലെയ്ൻ എന്ന് പറഞ്ഞിട്ട് ലേഡിയാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. ടോപ്പ് നോച്ച്. പിന്നെ ഉള്ളത് മ്യൂസിക് ലുഡ്വിഗ് ഗൊറാൻസൺ. ഈ 3 പേരും ഒബ്വിയസ്ലി നമുക്ക് ക്രിസ്റ്റഫർ നോളനെ അറിയാം. മൂപ്പര് എന്തെടുത്താലും ആ ഒരു പെർഫെക്ഷനിലേ വരുള്ളൂ എന്ന്. അതുകൊണ്ട് അങ്ങേരുടെ പേര് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ മൂന്ന് പേര് ഈ സിനിമയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതും ഒരു ഐമാക്സ് ക്യാമറയിലാണ് ഈ സിനിമ ഓൾറെഡി ചിത്രീകരിച്ചേക്കുന്നത്. അറിയാം എന്താ ഷോട്ടുകൾ. ആ ഷോട്ടിന്റെ വ്യാപ്തി തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന രീതിയിലാണ് ഷോട്ടുകൾ, സീൻ ബൈ സീൻ. പിന്നെ അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, VFX ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ, ഹാൻസിമർ വേണം എന്ന് തോന്നും. മീൻസ് ഇതിനു മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നു, അയ്യോ ഇത് ഹാൻസിമർ ചെയ്യാവട്ടെ, ഹാൻസിമർ ചെയ്ത ഇച്ചിരി കൂടി സെറ്റപ്പ് ആവില്ലായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ സിനിമ കാണാൻ. നമ്മൾ വൺസ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട്, ഒയ്യോ, അത് ആ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് എൻഡ് വരെ ഒരൊറ്റ ഗ്രിപ്പാ. ഒന്നും കുറയാനും ഇല്ല, നമുക്കൊന്നും. എന്താ എക്സ്പീരിയൻസ്. ആ പടത്തിന്റെ ഡയറക്ഷൻ, വാർ സീക്വൻസുകളൊക്കെ ഇഷ്ടം പോലെ വാർ സീക്വൻസുകൾ ഉണ്ട്. ഒരു 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 സ്റ്റേബിൾ ഇതിലല്ല പോകുന്നത്. അതായത്
ഇത്താക്കയിലെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതേസമയം ട്രോയിൽ നടക്കുന്ന യുദ്ധം കാണിക്കുന്നുണ്ട്, അതേസമയം ഒഡീസിയസിന്റെ മനസ്സിൽ മെന്റലി അയാൾ ഇപ്പൊ എവിടെയാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും എന്താ പറയാ, ഒരു ആസ്വാദന ഇതിനെ ഒന്നും ഒരു ഭംഗം ചെയ്യുന്നില്ല. ഫുള്ളി ഫോക്കസ്ഡ് ആണ് എല്ലാവരും. 2-3 ഗൂസ് പമ്പൻ മൊമെന്റ്സുകൾ കിട്ടി. ഒരു ഗംഭീര സാധനമുണ്ട് ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും. 2-3 ഉണ്ട്. നമ്മള് ഒരുത്തനിട്ട് കൊട്ടാൻ നോക്കിയിരുന്നപ്പോ അവനിട്ട് കൊട്ടിയ സീൻ ഗംഭീരമായിരുന്നു. അങ്ങനെ കുറച്ച് സീനുകൾ, ഗംഭീര സീനുകളുണ്ട്. ഒന്നും ഗംഭീരമല്ല എന്നല്ല. പിന്നെ മെയിനായിട്ട് അയ്യോ 3 കാര്യങ്ങളിലായിരുന്നു എൻ്റെ അറിവില് ഈ പടത്തിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന് ലുപ്പിത്ത ന്യോങ്കോയുടെ കാര്യത്തില്, പിന്നെ സെന്തയുടെ കാര്യത്തില്, പിന്നത്തെ എലിയറ്റ് പേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിനൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള സ്റ്റാർട്ടിങ് തന്നെ എലിയറ്റ് പേജിനെ കാണിക്കുന്നുണ്ട് ഇവരുടെ വാർ സീക്വൻസിൽ തന്നെ. അയ്യോ ഈ 3 പേരെ ചൂസ് ചെയ്തതിലാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നം പോലും അല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഒരു പ്രോപ്പർ ക്യാരക്ടറൈസേഷൻ. ആക്ടേഴ്സ് ഒരു രക്ഷയില്ല. അവരുടെ 100% കൊടുത്തിട്ട് നമ്മൾ ഒരു സംഭവം ഒരാൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമ്മളെ മാക്സിമം കൊടുക്കാൻ നോക്കുമല്ലോ, അതാണ് മാറ്റ് ഡാമൻ. എൻ്റെ പൊന്നോ, ഞാൻ ബോൺ സീരീസിൽ തന്നെ മൂപ്പരുടെ കട്ട ഫാനായതാണ്. ബോൺ സീരീസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കണ്ട സീരീസ്. ജെയ്സൺ ബോൺ അൾട്ടിമേറ്റ്, ബോൺ ഐഡന്റിറ്റി, ഗംഭീരമായിട്ട് എനിക്ക് ഒന്നും പറയാനില്ലാത്തൊരു മനുഷ്യൻ. അടിപൊളിയാണ്. പുള്ളി ചെയ്തു വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ഇൻഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പിന്നത്തെ കാര്യം, ഞാനിത് ആദ്യമായിട്ടാണ് ക്രിസ്റ്റഫർ നോളന്റെ സിനിമ, ക്രിസ്റ്റഫർ നോളന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ സിനിമ ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചിലർക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്, ചിലർക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ സിനിമ ഈ പേസിൽ വൺ ഓഫ് എ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ലൈറ്റിങ്, ഒന്നാമത്തെ അവിടെ അന്നത്തെ കാലത്തൊന്നും ലൈറ്റിന്റെ ഒരു പരിപാടിയില്ലല്ലോ. നാച്ചുറൽ ലൈറ്റ് വെച്ചിട്ടുള്ള കളികൾ കാണും. ഇവര് ഓരോ സ്ഥലത്ത് ചെന്ന് പെടുന്നുണ്ട്, ട്രാപ്പ് ആവുന്നുണ്ട്. ഇപ്പം ഈ ഓരോ സ്ഥലത്തും ഓരോ കളർ ഗ്രേഡാണ്, ഓരോ ഷെയ്ഡ്സ് ആണ്. അയ്യോ, ഷെയ്ഡിങ്, കളർ ഗ്രേഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു രക്ഷയില്ല. ഗംഭീര കളർ ഗ്രേഡിങ് ആയിരുന്നു സിനിമ. അത് നമുക്ക് എക്സാക്ട് ഫീൽ ചെയ്യും. അയ്യോ, ഒരു ഗംഭീരമാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് കടലിലെ സീക്വൻസുകൾ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തേക്കുന്നത്. VFX ആയിക്കോട്ടെ, എന്ത് ഭംഗിയായിട്ടാണ് അറിയാൻ ചെയ്തേക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാവുന്ന രീതിയിലാണ് അങ്ങേര് ഈ സാധനം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഇതായിരുന്നു ഈ ഒഡീസി, ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസിയിലെ എന്റെ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.